ഹലോ ഗായ്സ്, കണ്ടോ പൈപ്പിൽ വെള്ളം വരുന്നില്ല കേട്ടോ. എവിടെ പൈപ്പിലും വെള്ളം വരുന്നില്ല, അടുക്കളയിലൊന്നും വെള്ളം വരുന്നില്ല. അതുകൊണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ വേറൊരു കാര്യം പറയാം. ആൾ പറഞ്ഞു ഞാൻ വരുന്നുണ്ട്, ചിക്കൻ വാങ്ങിയിട്ട് വരുന്നുണ്ട്, അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. പിന്നെ എന്തറിയോ വെള്ളം വരാത്തത്, പൊന്നൂസ് ബാത്റൂമിൽ കുളിക്കാൻ കയറിയതാണ് കേട്ടോ. പൈപ്പ് ഒന്ന് ചെറുതായി പൊട്ടിച്ചു. ഇനി ആൾ വന്നിട്ട് വേണം പൈപ്പൊക്കെ ശരിയാക്കി നമ്മുടെ വാൾവൊക്കെ തുറന്നു വിട്ട് വെള്ളം വരാൻ. പിന്നെ ഞാൻ ആൾ വന്നപ്പോൾ ചിക്കനൊക്കെ വേഗം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതെല്ലാം തിരുമ്പി വറക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലുള്ള കുറച്ച് പീസ് ഞാൻ മാറ്റി വെച്ചാൽ നാളെ കറി വെക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ അത് വേഗം വറക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സമയം കുറച്ച് ആയി കേട്ടോ. വെള്ളം ഇല്ലാത്തത് കൊണ്ട് പണി നീങ്ങണേ ഇല്ല അല്ലേ. നമുക്ക് എന്തില്ലെങ്കിലും ജീവിക്കാം, പക്ഷെ വെള്ളം ഇല്ലെങ്കിൽ എന്താ പറയുക, എത്ര നമ്മൾ കുപ്പിയിലാക്കി വെക്കുക പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ പൈപ്പ് തുറന്ന് ഉപയോഗിച്ചിട്ട് ലാവിഷായി ഉപയോഗിച്ചിട്ട് വെള്ളം ഇല്ലാണ്ടാവുമ്പോൾ എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. നമുക്കൊരു നീറ്റായി ഇരിക്കണ പോലെ തോന്നില്ലേ. പിന്നെ അത് ആൾ വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ലുലു മാളിൽ പോയപ്പോൾ വാങ്ങിയതാണ് പറഞ്ഞു. ഇതും ഒരു ഫ്ലാസ്കും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രിഡ്ജിലൊക്കെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ സുഖമാണ് കേട്ടോ. അതുപോലെ വലിയ 2 പാത്രം നമുക്ക് മാവൊക്കെ ആക്കി വെക്കാം കേട്ടോ. ഇത്ര തന്നെ ആവശ്യം വരുള്ളൂ കേട്ടോ മാവാക്കി വെക്കാൻ. പക്ഷേ പിന്നെ അതുപോലെ നമുക്ക് പപ്പടമൊക്കെ കാച്ചിയിട്ട് അങ്ങനെയുള്ളതും വെക്കാം. ഇത് ഓവനിൽ വെക്കാമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഓവനില്ലാത്തതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചാണ് കേട്ടോ വേണമെന്ന്. അപ്പോൾ ഞാൻ അത് വേണം പറഞ്ഞു. കിട്ടിയ അവസരം എന്തെങ്കിലും വേണോ ചോദിച്ചാൽ അപ്പോൾ പറയും കേട്ടോ. എന്താ പറയുക, നമ്മൾ വേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വാങ്ങി തരില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വേണോ ചോദിച്ചാലും ഫസ്റ്റ് പറയും. പിന്നെ ആൾ പൈസ ഉണ്ടെങ്കിൽ വാങ്ങി തരട്ടെ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കിട്ടുന്ന ചാൻസ് കളയണ്ട വിചാരിച്ചിട്ടോ. പിന്നെ നമ്മളത് ഒരു സെക്ഷൻ വറുത്തു. പിന്നെ ഇത് വറുക്കുമ്പോഴേക്കും അത് കഴിഞ്ഞോളൂ കേട്ടോ. ബാക്കിയുള്ളതും വേഗം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കില്ല ചില്ലി ചിക്കൻ കൂട്ടിയിട്ട് ഫ്രൈഡ് റൈസ് വയ്ക്കാൻ അത്ര ഇഷ്ടമില്ല കേട്ടോ. ടൊമാറ്റോ സോസ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലേ. പിന്നെ ഇവരുടെ ഇഷ്ടമല്ലേ, ആയിക്കോട്ടെ. കുട്ടികൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ആൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് തരാൻ വേണ്ടിക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. എന്തായാലും ആളുടെ ഡെക്കറേഷൻ എങ്ങനെയുണ്ട്, കുഴപ്പമില്ല. നമ്മളെന്തായാലും ഫുഡൊക്കെ വേഗം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ രാത്രി ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.